ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നരച്ച മുടി എങ്ങനെ കറുപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. കെമിക്കൽ ഡൈകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പലവിധ അലർജി പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതുമാത്രമല്ല നമ്മുടെ മുടിക്ക് തന്നെ അത് ഡാമേജ് ഉണ്ടാവും. അപ്പോൾ കെമിക്കൽ ഡൈകൾ ഒഴിവാക്കിയിട്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മുടികളെല്ലാം കറുപ്പിച്ചെടുക്കാം. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നതും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ ഞാനിപ്പോൾ 5 പേരയില എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്തുള്ള ഈ ഒരു തണ്ട് നമുക്ക് മാറ്റാം. മുടി വളരുവാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് പേരയില. പേരയിലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ അകാല നിര തടയുവാനായിട്ടും സഹായിക്കും. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ തിളപ്പിച്ച് നമ്മൾ എടുത്ത 1 ഗ്ലാസ് വെള്ളം എന്നത് 1/2 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റി വരണം. അങ്ങനെ നമ്മുടെ പേരയിലയിലെ എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ഒരു ഹെയർ ടോണറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. ഇതേപോലെ നല്ല ചുവന്ന ചെമ്പരത്തിപ്പൂവ് തന്നെ നമ്മളിതിലേക്ക് എടുക്കണം. ഇതിപ്പോൾ 2 ചെമ്പരത്തിപ്പൂവാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നടുഭാഗത്തുള്ള ഈ ഒരു തണ്ട് നമുക്ക് ആവശ്യമില്ല. അതിലെ ആ ഒരു പൊടിയെല്ലാം നമുക്ക് മറ്റ് അലർജി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് എടുക്കാം. ചെമ്പരത്തിപ്പൂ ഒരു ഹെയർ കണ്ടീഷണറായിട്ട് പ്രവർത്തിക്കുന്നതാണ്. മുടി നല്ലതുപോലെ വളരുവാനും അകാല നിര തടയുവാനായിട്ടും ഇത് സഹായിക്കും. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. 3 തണ്ട് കറിവേപ്പിലയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. കറിവേപ്പില നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. കറിവേപ്പില എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയിൽ ധാരാളം കെമിക്കൽ അടിച്ചിട്ടുണ്ടാകും. ഇനി ഇത് രണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഹെയർ ഡേ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ചേർക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി വളരുവാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പേരയില വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ അരയ്ക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇതിലേക്ക് നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ബ്രാൻഡിൻ്റെ നെല്ലിക്കാപ്പൊടി തന്നെ നമ്മൾ എടുക്കണം. അതായത് ഒരുപാട് കെമിക്കൽസ് ഇല്ലാത്ത നെല്ലിക്കാപ്പൊടി തന്നെ നമ്മൾ എടുക്കണം. എന്നിട്ട് പേരയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് നെല്ലിക്കാപ്പൊടി ഇല്ലെങ്കിൽ പച്ച നെല്ലിക്ക ചേർത്താലും മതി. അതായത് പച്ച നെല്ലിക്ക ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി പേരയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് തയ്യാറാക്കേണ്ടത്. കാരണം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ സാധാരണ ഹെന്ന ചെയ്യുമ്പോൾ തലേ ദിവസം തയ്യാറാക്കി വെച്ചിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം ഉപയോഗിക്കാറുള്ളത്. അതേപോലെയാണ് നമ്മൾ ഇതും ചെയ്യേണ്ടത്. അതായത് ഒരു ഓവർനൈറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് ഈ ഒരു ഹെയർ ഡേയുടെ കളറ് റിലീസ് ആവുള്ളൂ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിലും നമ്മൾ ഇതേപോലെ കൈ ഉപയോഗിച്ചിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ നഖത്തിൻ്റെ ഇടയിലെല്ലാം ഈ ഒരു കളറായി കഴിഞ്ഞാൽ അത് പോകാനായിട്ടും സമയമെടുക്കും. ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള മുടിയിലായിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതും. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് സോപ്പോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാ വെള്ളത്തിൽ കഴുകാവുന്നതാണ്.
നമ്മൾ മറ്റ് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡേകൾ ഉപയോഗിക്കാതെ ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടിയെല്ലാം നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. അത് മാത്രമല്ല യാതൊരു സൈഡ് എഫക്ട്സും നമുക്കുണ്ടാവില്ല. നമ്മൾ കെമിക്കലായിട്ടുള്ള ഹെയർ ഡേകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി പിന്നീട് വളരില്ല. എന്നാൽ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.